ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുന്ന സമയത്ത് തൻ്റേതല്ല ബ്യൂട്ടി പാർലർ, അമ്മയുടെ പേരെടുത്ത് മാറ്റി എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ശ്രുതിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ടല്ലോ. അത് നമ്മൾ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി അമ്മയുടെ പേര് മാറ്റിയത്, നീ ഇതെന്താ ഇത് എല്ലാവരോടും മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ശ്രുതി ഞാനൊരു സർപ്രൈസ് ആയിട്ട് പറയാനിരിക്കുകയായിരുന്നു എന്ന് പറയാം കേട്ടോ. എന്ത് അമ്മയുടെ പേര് മാറ്റിയതാണ് നിനക്ക് സർപ്രൈസ് എന്ന് ശ്രുതി ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. അതല്ല ശ്രുതി, ഞാൻ മറ്റൊരു കാര്യം പറയാനായിരുന്നു. ഈ ഗ്രീൻ വേൾഡ് ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡഡ് ബ്യൂട്ടി പാർലറാണ്. അവരുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ പകുതി നമുക്ക് കിട്ടും എന്ന രീതിക്കൊക്കെ ഇങ്ങനെ ശ്രുതി കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് ശ്രുതിയോട്ട് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പൊ കിട്ടുന്ന ലാഭത്തിന്റെ ഇരട്ടി ലാഭമായിരിക്കും ഇനി കിട്ടാൻ പോകുന്ന. അതുമാത്രമല്ല ഇതെല്ലാം തന്നെ തന്റെ ബിസിനസ്സിലേക്ക് ഇറക്കാമല്ലോ എന്നുള്ള ആകെ സന്തോഷത്തിലായിട്ട് ശ്രുതിയുള്ളത്. ശ്രുതി പിന്നീട് പറയുന്നത്, എന്തായാലും നീ അമ്മയുടെ പേര് മാറ്റി ശരിയായില്ല, റിപ്പയർ ചെയ്യാൻ പുറത്ത് കൊടുത്തേക്കോ എന്നല്ലേ പറഞ്ഞത്. പോരാ, അത് കിട്ടിക്കഴിയുമ്പോൾ ഉടനെ തന്നെ ആ ബോർഡ് ഇവിടെ വെച്ചേക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ഈ വേഗം പറയുന്നത്, ശരി ഞാൻ വെച്ചേക്കാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ശ്രുതിനോട് കള്ളങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെക്കുന്ന സമയത്താണ് ശ്രുതി വേഗം പറയുന്നത്, എന്തായാലും ഞാൻ ഈ ഒരു കാര്യം വീട്ടിൽ പോയി പറയട്ടെ, അമ്മയ്ക്ക് ഇത് കേൾക്കും ഭയങ്കര സന്തോഷവും മുന്നത്തേക്കാൾ കൂടുതൽ ലാഭം നമ്മുടെ കയ്യിലേക്ക് വരുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന അമ്മയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയോട് യാത്രയും പറഞ്ഞിട്ടാണ് പോകുന്നത്. ശ്രുതി പോയതിന് തൊട്ട് പുറകെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ആശ്വാസം, ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുമായിരുന്നു, ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആയല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ ഒരു മീര ഉണ്ടാവട്ടെ. മീര വേഗം പറയുന്നുണ്ട്, ശ്രുതി നീ എന്തറിഞ്ഞിട്ട് പറയുന്നത്, അവൻ പോയത് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആൻറ്റി അന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും നിനക്ക് അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണ് ശ്രുതി ഒരു കാര്യം ചിന്തിക്കുന്നത്. വേഗം തന്നെ ശ്രുതി മീരയോട് പറയുന്നത്, നീ ഇവിടെ നോക്കി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കിയോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ പിന്നാലെ തന്നെ ശ്രുതി ചെല്ലുക കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി വീട്ടിൽ വന്ന എല്ലാവരും, അതായത് സച്ചിനെയും രവിനെയും അതുപോലെ ബാക്കി എല്ലാവരും ആ ഹാളിലേക്ക് വിളിച്ചെടുത്താണ്. അതിനുശേഷം ശ്രുതിയുടെ പേരിലുള്ള ബ്യൂട്ടി പാർലർ വലിയൊരു ഫേമസ് ആയിട്ട് ആ പാർലറിന്റെ പേരിലേക്ക് മറിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പം അമ്മയുടെ പേരിന് പകരമായിട്ട് ഗ്രീൻ വേൾഡ് ബ്യൂട്ടി പാർലർ എന്നാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രവിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കട്ടെ. കാരണം ഈ ഒരു സത്യം ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. എന്നാൽ ഇത് ചന്ദ്രയ്ക്ക് വലിയൊരു തിരിച്ചടിയാവട്ടെ. കാരണം എല്ലാവരോടും പൊങ്ങച്ചം പറഞ്ഞത് ടൗണിൽ എനിക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്, അതും എൻ്റെ പേരിൽ നിന്നൊക്കെ ചന്ദ്ര പലരോടായിട്ട് പറഞ്ഞു നടക്കാറുണ്ടല്ലോ. അതെല്ലാം തന്നെ തൻ്റെ കയ്യിൽ നിന്ന് ഒരു നിമിഷം നഷ്ടമാവുകയാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. എന്നിരുന്നാലും ചന്ദ്ര ആ സമയത്ത് പ്രത്യേകിച്ചൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ രവിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛ അമ്മയുടെ പേരിലല്ല ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്താ പ്രത്യേകിച്ചൊന്നും പറയാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കറിയാൻ പാടില്ലടാ, ഈ നിന്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, പക്ഷേ ഏത് സമയത്താണ് ചന്ദ്രയുടെ സ്വഭാവം മാറുകയെന്നോ എപ്പോഴാണ് നല്ല സ്വഭാവത്തിലുള്ളതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ രവി സച്ചിയോടായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞ കള്ളത്തരങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് പറയണം. അതായത് ഗ്രീൻ വേൾഡ് ബ്യൂട്ടി പാർലറിന് കിട്ടുന്ന ലാഭത്തിന്റെ പകുതി നമുക്കുള്ളതായിരിക്കും, ഫേമസ് ആയിട്ടുള്ള പാർലറാണിത്, അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമർ നമുക്ക് ഉണ്ടാവും, നമുക്ക് ലാഭമായിരിക്കും അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ ശ്രുതി റൂമിലേക്കായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ ചന്ദ്രയുടെ റൂമിലേക്കായിട്ട് പോകുന്നുണ്ട്. റൂമിൽ ചെന്നതിന് ശേഷം ചന്ദ്ര തൻ്റെ ഉള്ളിലുള്ള ദേഷ്യം അടക്കാനാകുന്നില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. കാരണം ഹാളിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തൻ്റെ മരുമകളെ നാണം കെടുത്തത് ഇരിക്കാവും. അതുകൊണ്ട് തന്നെ റൂമിലേക്ക് കയറി ചെന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ ദേഷ്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർക്കുകയാണ് ചന്ദ്ര. ഈ ഒരു സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ശ്രുതി വന്നിട്ട് ആൻറ്റിയെ തിരക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതിനോടായിട്ട് റൂമിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്ര റൂമിലേക്കായിട്ട് ചെല്ലുകയാണ്. ചെന്നതിന് ശേഷം ശ്രുതിക്ക് കണക്കിന് എന്നെ കൊടുക്കുന്നുണ്ട്. അതായത് നിന്നോട് ആര് പറഞ്ഞു എൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റാനായിട്ട്, ചന്ദ്രയുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, മറ്റൊരു മുഖം നീ കണ്ടിട്ടില്ല. എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് നിനക്ക് ഞാൻ പാർലർ തുടങ്ങി തന്നത്, അത് മറ്റൊരാളുടെ പേര് ടൈപ്പ് കൊണ്ട കാര്യം നിനക്ക് എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് വഴക്ക് പറയട്ടെ. ശ്രുതിനെ തല്ലുന്നില്ല എന്നുള്ളൂ, നല്ല രീതിയിൽ തന്നെ ചന്ദ്ര വഴക്ക് പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി ഒരു ഭിത്തിയുടെ സൈഡിലായിട്ട് പേടിച്ച് വരച്ച് നിൽക്കാണ്ട. കാരണം ഇങ്ങനെ ഒരു മുഖം നമ്മുടെ ശ്രുതി ഇതുവരെ ചന്ദ്രയിൽ കണ്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ ചന്ദ്ര ശ്രുതിയുടെ തൊട്ടു നേർക്കുന്ന മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് പറയുന്നുണ്ട്, ഇനി മേലിൽ നീ ഇങ്ങനെ എന്തെങ്കിലും എന്നോട് പറയാതെ ചെയ്യുകയാണെങ്കിൽ ശ്രുതി ഇതായിരിക്കില്ല നിന്റെ അവസ്ഥ, ശ്രുതി ഇതായിരിക്കില്ല എൻ്റെ അവസ്ഥ, എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല, ഞാൻ ആരാണെന്നും എന്താണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം അന്ന് നിന്നെ ഞാൻ അറിയിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് നല്ല താക്കീത് കൊടുക്കാം കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെ പേടിച്ച് വച്ചേക്കാണ്. അപ്പം
ബ്യൂട്ടി പാർലറിന്റെ കാര്യം അറിഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ തൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു എന്ന് അങ്ങനെ ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു സമയം കൊണ്ട് തന്നെ ശ്രുതി എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സർപ്രൈസ് ആയിട്ട് പറയാമെന്നൊക്കെ കരുതാണെന്നൊക്കെ പറയുമ്പോൾ ഇതാണ് സർപ്രൈസ്, എൻ്റെ പേരിലുണ്ടായിരുന്ന ബ്യൂട്ടി പാർലർ ആയിരുന്നത്, അത് മാറ്റിയതാണ് എനിക്കുള്ള സർപ്രൈസ്, നീ ഒന്നും പറയേണ്ട ശ്രുതി, ഇനി മേലിൽ ഇതൊക്കെ ആവർത്തിക്കരുത്, ഇതേ രീതിയിൽ നീ ആവർത്തിച്ചാലെന്നും പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി താക്കി നൽകിയിട്ടാണ് ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ശ്രുതിയോട് ചന്ദ്ര ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.